ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ അതും നിങ്ങൾ എന്നോട് പറയണം. പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോകും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്ദിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാണെന്നോട്ടെ എന്ന്. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ഒരാൾക്ക് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്ന് അവനാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയം എടുത്താൽ തന്നെ എത്ര പറയാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ വിശദീകരിക്കുന്നതാണ്. അതിൻ്റെ മുമ്പായി നിങ്ങൾ ഈ അദ്ധ്യായം 33 അഹ്സാബ് എന്ന പരിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 33 അഹ്സാബിലെ 21-ാമത്തെ വചനം, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് തുടങ്ങുന്ന ഈ വാക്കിൻ്റെ അർത്ഥം, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിൽ തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ച് കൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്തു വരുന്നവർക്ക്, സത്യവിശ്വാസികൾക്ക് എന്നർത്ഥം. ബാക്കി ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ സൂറത്ത് ഞാൻ തന്നത് സൂറത്ത് അഹ്സാബിൽ നിന്നാണ്. ഇനി എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, മുസ്ലിം ഉമ്മത്ത്, നിങ്ങളോടായി എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാണ്ട്. നിങ്ങളിത് അള്ളാഹനെ വിചാരിച്ചിട്ട് ഒന്ന് കേൾക്കണം. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. തുടക്കത്തിൽ തന്നെ നൗഷാദ് ഹസനി പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടു. പ്രവാചകനെ ഇദ്ദേഹം ഇകഴ്ത്തുകയാണോ കളിയാക്കുകയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അദ്ധ്യായം 33 അഹ്സാബിലെ 21-ാമത്തെ വചനവും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അർത്ഥസഹിതം ഇട്ടു. അല്ലാഹു തആല പ്രവാചകന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. നിങ്ങൾക്ക് ഈ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു തആല മുഹമ്മദ് നബിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതില് തെറ്റില്ലാത്ത, കുറ്റമില്ലാത്ത, ഒരു നിലക്കും പ്രയാസമില്ലാത്ത ഒരു പ്രവാചകനായിരിക്കണമല്ലോ ആ സ്വഭാവം എന്ന് പറയുന്നത്. നമുക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ വന്നിട്ടുള്ളത്. ആ പ്രവാചകൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറയുന്നത്. ഈ അഹസനി ഏതോ ഒരു വാറോല വായിച്ചുകൊണ്ട്, ഇങ്ങനത്തെ വാറോലകൾ ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ച വാറോളകളാണ്, ഇങ്ങനത്തെ പുസ്തകങ്ങളാണ് യുക്തിവാദികളെ കയ്യിൽ പെടുകയും ആ യുക്തിവാദികൾ ഇവരുടെ ഇങ്ങനത്തെ കാസറ്റുകളും ഇങ്ങനത്തെ പുസ്തകങ്ങളും കയ്യിലെടുത്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യ അനുസരിച്ചു മാത്രമാണ്.
അതിലാണ് പ്രവാചകനിൽ ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് അള്ളാഹു തആല പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് യുക്തിവാദികൾക്ക് അവരുടെ വാദത്തിന് ഒന്നും കൂടി സൗകര്യം ആക്കുന്ന വിധത്തിലാണ് പറയുന്നത്. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? നിങ്ങൾ ഒന്നും കൂടി കേൾക്കണം. എന്താണ് ഈ യുക്തിവാദികൾ പറയുന്നത്? ജബ്ബാറിന്റെ മാഷ് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല അദ്ദേഹത്തിന്. കാരണം എന്റെ പ്രവാചകനെ കളിയാക്കുന്ന ഒരാളെ ബഹുമാനിക്കേണ്ട ആവശ്യം നമുക്കില്ല. അദ്ദേഹം മാഷാണെങ്കിൽ വിവരമില്ലല്ലോ. കാരണം പ്രവാചകനെ ഇകഴ്ത്തൽ തുടങ്ങിയിട്ട് 40 വർഷത്തോളമായി അദ്ദേഹം ഈ പ്രബോധന രംഗത്ത് പ്രവാചകനെയും അള്ളാഹുവിനെയും പരിശുദ്ധ ഖുർആാനിനെയും ഇസ്ലാം മതത്തിനെയും ഇകഴ്ത്താൻ തുടങ്ങിയിട്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ് ബാക്കി ജാമിദ. അവളും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ മുസ്ലിം പെണ്ണ് ഇമാമത്തായി ആദ്യം നിസ്കരിച്ചുകൊണ്ട് വഷളാക്കാൻ നോക്കി, ആരും മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ അവളുടെ വോയിസുകൾ തന്നെ വരുന്നുണ്ട്. എന്ത് ഇങ്ങനെ എന്തെങ്കിലും ഇസ്ലാം മതത്തിനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളായ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ വീഡിയോ കണ്ട് അതിന് മറുപടിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവൾക്ക് എന്താകും? അതൊരു വരുമാന മാർഗമായി മാറും. സ്വാഭാവികമാണ്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് അത് ഇഷ്ടപ്പെടൂലല്ലോ. അള്ളാഹുവിനെയും പരിശുദ്ധ ഖുർആാനിനെയും മുസ്ലിം സമൂഹത്തിനെയും കരിവാരി തേക്കുമ്പോൾ അത് ഇഷ്ടപ്പെടൂല. അപ്പൊ അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് കാണുമ്പോൾ അതിന് മറുപടി കൊടുക്കും. മറുപടി കൊടുക്കുമ്പോൾ അവൾക്ക് എന്താവും? വ്യൂവേഴ്സ് കൂടും, റീച്ച് കൂടും. ഇതന്നെയാണ് ഇവരുടെ ആവശ്യം. ഇതന്നെയാണ് ഹാരിഫ് ഹുസൈനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിയൊന്നും എടുക്കാതെ നേരം വെളുത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ അവര് യൂട്യൂബിന്റെ ചാനൽ ചെയ്തുകൊണ്ട് ഇഴത്തിക്കൊണ്ടേ നിൽക്കുക. അവരെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം പ്രവാചകനെ കളിയാക്കിക്കൊണ്ടേ നിൽക്കുക. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഈ അജയ്യമായ ഈ വചനം അള്ളാഹുവിന്റെ നിലനിൽക്കുന്നിടത്തോളം കാലം ആര് തന്നെ ഇഴത്തിയാലും അത് ഒന്നും ഏസുകയില്ല. കാരണം ഈ ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകനെ ജീവനെക്കാട്ടിലും സ്നേഹിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇസ്ലാം മതത്തിൽ നിന്ന് പോയവരാണ് ഈ യുക്തിവാദികളിൽ ഭൂരിപക്ഷം ആളുകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല നല്ല പഠിച്ച പണ്ഡിതന്മാർ ഈ യുക്തിവാദി സംഘത്തിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവരെ വീഡിയോ. എന്തുകൊണ്ട് ഞങ്ങൾ യുക്തിവാദിയായി, എന്തുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്നാണ് ഇവർ പറയാറുള്ളത്. ഇപ്പൊ MA കാരശ്ശേരിന്റെ ഒരു തംബ്ലൈന് അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ആ വീഡിയോന്റെ തംബ്ലൈൻ ഞാൻ ഇട്ടിട്ടുണ്ട്. മതങ്ങൾ ഇനി ഇല്ലാതാകുമോ, ഭാവിയിൽ മതങ്ങൾ ഇല്ലാതാകുമോ എന്നൊരു തലക്കെട്ടോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അപ്പൊ ഇത്രയും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് യുക്തിവാദികൾ. ഈ ഇസ്ലാം മതം ഇല്ലാതാവണം, അത് തീരെ ഇല്ലാതാകണം, അതിന്റെ വേദഗ്രന്ഥത്തിനെ മോശമായി പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനായിട്ട് സമയം കളയുന്ന ആളുകൾ. അവർ പറയുന്ന പല വാദങ്ങളിൽ ഒന്നാണ് പ്രവാചകൻ പെണ്ണിനെ പിടിക്കുന്നവനാണ്, പെണ്ണിന്റെ കാമത്തേറ്റു നടക്കുന്നവനാണ്, അങ്ങനെയുള്ളവനാണ്. ഇത്രയും നാവ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകളാണ് പ്രവാചകന്റെ എതിരിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് പറയാറുള്ളത്. അതിന് കറക്റ്റായിട്ട് അവർ പറയുന്നത് ശരിവെച്ചുകൊണ്ട് അവർക്ക് അതൊരു നല്ലൊരു കാര്യമായിട്ട് അവർക്ക് കയ്യിൽ അങ്ങോട്ട് എടുത്തു കൊടുത്തുകൊണ്ടാണ് നൗഷാദ് ഹസനി പറയുന്നത്. തലയിലും കെട്ടുകെട്ടിയിട്ട് പറയാണ്, നമ്മുടെ പ്രവാചകൻ നമ്മൾ സങ്കല്പിക്കണം, നമ്മൾ മരിക്കുന്നത് വരെ പ്രവാചകന്റെ കാൽപ്പാട് പിന്തുടരുന്നവരാണ്. നമ്മുടെ കൂട്ടത്തിൽ അന്നു മുതൽ ഇനി കയാമനാൾ വരെ വരുന്ന ആൾക്കാർ സങ്കല്പിക്കണം. എന്ത്? ഇദ്ദേഹത്തിന്റെ വാക്ക് പ്രകാരം നമ്മളെ സുന്ദരിയായ ഭംഗിയുള്ള നമ്മളെ മക്കളുടെ മാതാവായ ഭാര്യനെ നമ്മൾ കൊണ്ടുപോകുകയാണ് ഒരു വഴിയിലൂടെ. അപ്പോഴാണ് പ്രവാചകൻ നടന്നു വരുന്നത്. പ്രവാചകൻ നടന്നു വരുമ്പോൾ എന്താണ്? ഈ പെണ്ണിനെ കണ്ടു, നമ്മളെ ഭാര്യനെ കണ്ടു. നമ്മളെ ഭാര്യനെ കാണുമ്പോൾ പ്രവാചകൻ അതിൽ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പ്രവാചകൻ നമ്മളോട് മാറിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തലാക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് നല്ല സ്നേഹമുള്ള ഭാര്യയാണ്. എടി ഇനി എന്താ ഇപ്പൊ കാട്ടുക, ഏതായാലും പോയിക്കോ, ഒന്നും പറയാൻ പറ്റുമല്ലോ, നബിയല്ലേ, പ്രവാചകനല്ലേ, ഇനി എന്താ ഇപ്പൊ കാട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോണ ഒരു നോളായിങ്ങാണ്ട്.
ഒരു നോളായി കണ്ട് ഒഴിഞ്ഞു പോകണം. ഇതൊരു പ്രവാചകൻ പഠിപ്പിക്കോ? സുഹൃത്തുക്കളെ, പഠിപ്പിക്കോ? ഒരു പ്രവാചകൻ ഇത് പഠിപ്പിക്കും? അത് പഠിപ്പിക്കുന്നവനാണ് മുഹമ്മദ് നബി എന്ന ഈ ഒരു താലീകെട്ടുകാരൻ, താലിയിൽ ഒന്നുമില്ലാത്ത ഈ വ്യക്തി നൗഷാദ് അഹസനി പറയുന്നത്. ഇത് ഇവനെ പിന്താകുന്ന മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർ ഒന്ന് ഈ കാസറ്റ് ഒന്ന് കേട്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് പ്രവാചകനെ കുറിച്ചുള്ള ചിത്രം, നിങ്ങളുടെ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ നിങ്ങളോട് ഈ അഹസനിന്റെ കാസറ്റ് വെച്ചുകൊണ്ട് ഇതല്ലേ നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? നമുക്ക് മറുപടി കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മൾ പറയേണ്ടത് ഈ അഹസനി അവന്റെ വകയായിട്ട് ഏതോ ഒരു കിതാബ് ഓതി വാറോല പറഞ്ഞുകാണ്ട് എന്റെ പ്രവാചകനെ കളിയാക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു ഈ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അധ്യായം 33 അഹ്സാബ് എന്ന സൂറത്തിലൂടെ 21-ാം വചനത്തിലൂടെ എന്റെ പ്രവാചകന്റെ സ്വഭാവം ഇങ്ങനെയുള്ളതല്ല, എന്റെ പ്രവാചകന്റെ സ്വഭാവത്തിൽ, എന്റെ പ്രവാചകനിൽ ഞങ്ങൾക്ക് മാതൃകയുണ്ട്, ലോകർക്ക് മാതൃകയുണ്ട്, ഖയാമത്ത് വരെ വരുന്ന എല്ലാ ആളുകൾക്കും മാതൃകയുണ്ട്, ആ പ്രവാചകനെ പിൻപറ്റുന്നവരാണ് മുസ്ലിം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലേ ബഹുമാനമുള്ള എൻ്റെ സഹോദരന്മാരെ ശരി അല്ലേ? ഈ പറഞ്ഞ ഒരു വാക്കുമ്മയെ ഇത് നിൽക്കുവോ? ഇത് വിശദീകരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിക്കും നിങ്ങളുടെ കുടുംബത്തിക്കും ആ സഹാബത്തിന്റെ കുടുംബത്തിക്കും ഇത് പോകൂലേ? ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കളുണ്ടാവൂലേ? ആ മക്കൾ ഇത് സ്വീകരിക്കുവോ? ആ ശരിന്ന് വെക്കുവോ? ആ കാര്യം ശരിന്ന് വെക്കുവോ? ചോറ് തിന്നുന്ന ആളത് ശരി വെക്കുവോ? ഇദ്ദേഹം എന്താ തിന്നുന്നെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ആള് ചിലപ്പോ യുക്തിവാദി ആയിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരെ കാര്യമാണ്. കാരണം ഭൂരിപക്ഷം പണ്ഡിതന്മാരും യുക്തിവാദത്തിലേക്ക് പോയിങ്ങാണ്ട് പിന്നെ അവിടെ നിന്നുങ്ങാണ്ട് വീണ്ടും ഇസ്ലാമിനെ കരിവാരിത്തേക്കും. അതിലൊന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ഇദ്ദേഹം പറഞ്ഞത് പ്രവാചകൻ പെൺപിടിയനാണ്. പ്രവാചകൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മാറി നിക്കടാ, ഇവന്റെ ഭാഷയിലേ മാറിക്കടാ, എനിക്ക് ഇവളെ വേണം, ഞാൻ ഇവളെ കൊണ്ടുപോകുക, അച്ഛൻ്റെ പണി നോക്ക്, ഇതല്ലേ ഇദ്ദേഹം പറഞ്ഞത്? നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേട്ടോക്കി, ആ ശൈലി ഒന്ന് കേട്ടോക്കി. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം ഇസ്ലാം മതം സ്വീകരിക്കൂ? ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം പ്രവാചകനെ സ്നേഹിക്കൂ? ഈവന്റെ വാക്ക് കേട്ടിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങളത് പോട്ടെ, അമുസ്ലിം എങ്ങനെയായിരിക്കും നമ്മളെ പ്രവാചകനെ വിലയിരുത്തുക? അവര് വിലയിരുത്തുന്നതിന്റെ മുന്നേ ഞാനും നിങ്ങളും എങ്ങനെയാണ് നമ്മളെ പ്രവാചകനെ മനസ്സിലാക്കിയത്? പരിശുദ്ധ ഖുർആനിൽ നിന്നാണോ അതോ ഇതേപോലെ തലീകെട്ടുന്നാണോ? നമുക്ക് മനസ്സിലാക്കേണ്ടേ, പ്രവാചകനെ മനസ്സിലാക്കേണ്ടേ പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഈ തലീകെട്ടുകാർ ഇവർ ആളാകാൻ വേണ്ടിയിട്ട് പലതും പറയും. പക്ഷെ നമ്മൾ ജാഗ്രതയാകണം, നമ്മൾ മനസ്സിലാക്കണം എന്താണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, എന്താണ് പ്രവാചകൻ നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്, അതിൽ എന്തെല്ലാം ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ സത്യാസത്യമായി മനസ്സിലാക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും, ഇന്ന് എല്ലാവിധ ഗ്രന്ഥങ്ങളും മേടിക്കാൻ കിട്ടും, ഹദീസുകൾ മേടിക്കാൻ കിട്ടും, പരിശുദ്ധ ഖുർആൻ മേടിക്കാൻ കിട്ടും, തഫ്സീർ മേടിക്കാൻ കിട്ടും. ഇങ്ങനത്തെ തലീകെട്ടുകാരെ വർത്താനം കേട്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കാനോ ഇസ്ലാമിത്തെ കാര്യങ്ങൾ അനുഷ്ഠിക്കാനോ നിന്നു പോകരുത്. ബഹുമാനമുള്ളവരെ, എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത്. ഇവനെ പോലത്തെ ചില ആളുകൾ അള്ളാഹുവിന്റെ ദർജ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടും കൂടി അള്ളാഹുവിനെ കളിയാക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ ഒരാള് നടന്നു പോകുമ്പോൾ, ഒരു ഭാര്യനേറ്റു പോകുമ്പോൾ ആ ഭാര്യനെ ഇഷ്ടപ്പെടുകയും, അങ്ങനെയാണ് പ്രവാചകന് ഇത് തന്നെയാണ് പണി എന്നാണ് മറ്റോര് പറയുന്നത്. യുക്തിവാദികൾ പറയുന്നത് ഇത് തന്നെയാണ് പ്രവാചകന് പണി. നിങ്ങളെ പ്രവാചകൻ ഇങ്ങനത്തെ ആളാണെന്ന് പറയുമ്പോൾ അതിന് ശരിവെച്ച് കൊടുത്തില്ലേ ഇല്ലേ ഉണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് കുടുംബത്തിന് ഷെയർ ചെയ്യുക. അള്ളാഹു തആല നമ്മൾക്കെല്ലാവരും നമ്മളെ നബിനെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കാനും പ്രവാചകനെ മനസ്സിലാക്കാനും പ്രവാചകനെ അള്ളാഹു തആല മാതൃകയായിട്ട് നമ്മളോട് പിൻപറ്റാനും പറഞ്ഞത് മനസ്സിലാക്കി ജീവിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു തആല നൽകട്ടെ. ഈ കാലഘട്ടങ്ങൾ മുഴുവനും അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാലം വരാനുണ്ട്, പ്രവാചകൻ സഹാബത്തിനോട് പറയാണ്,
ഒരു കാലം വരാനുണ്ട്, അന്ന് നിങ്ങൾക്ക് ഈ ഇസ്ലാം മതം ഒരു കയ്യില് തീക്കണല് പിടിച്ച മാതിരിയായിരിക്കുന്ന. തീക്കണൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച എന്തായിരിക്കും ഒരു അവസ്ഥ എന്ന മാതിരിയായിരിക്കും നമുക്ക് ഈ മതമായിട്ട് മുന്നിട്ട് പോകാൻ. കാരണം അന്നത്തിലേറെ പണ്ഡിതന്മാര് കൂടി, സ്ഥാപനങ്ങൾ കൂടി, മദ്രസകളും ദർസുകളും കൂടി. പക്ഷെ വിവരമില്ലാത്ത കുറെ പണ്ഡിതന്മാര് മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ട് യഥാർത്ഥ അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമിൽ നിന്ന് അകറ്റിയെടുത്തുകൊണ്ട് അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിയിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ കൊണ്ടുപോയി കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം. വേറൊരു വിഭാഗം ഈ മതത്തിത്തെ കാര്യങ്ങള് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ പല വിധത്തിൽ പറഞ്ഞുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഈ മതത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഈ കാരശ്ശേരിന്റെ ഒക്കെ പ്രസംഗം കേട്ടാലും കാരശ്ശേരി മറ്റുള്ള മാതിരി അത്ര ഗൗരവത്തിൽ പറയില്ല. പക്ഷെ കാരശ്ശേരി പറയുന്നത് എന്താണ്, ഇനി ഒരു ഇതുണ്ടോ, അതേപോലെ തന്നെ ഞാൻ നിസ്കരിച്ചിട്ട് എനിക്കൊരു സ്വർഗം വേണ്ട, 5 നേരം നിസ്കരിച്ചിട്ട് എനിക്ക് സ്വർഗം വേണ്ട എന്ന് കാരശ്ശേരി മുസ്ലിമായ കുടുംബത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്തതിന്റെ ശേഷം അദ്ദേഹത്തിന് അത് ശരിയല്ലാന്ന് തോന്നി അദ്ദേഹം ആ ലൈനിൽ പോണു. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ കാരശ്ശേരിനായിട്ട് നമ്മൾക്ക് യാതൊരു വ്യക്തിപരമായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഉൾക്കൊള്ളുന്ന, ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൽ ഇവര് പറയുന്നത് പോലെ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എനിക്കത് തിരുത്തേണ്ടി, എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് തിരുത്തേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് ഇവർ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ കാരണം. ഞാനത് പറഞ്ഞിട്ടില്ല എങ്കിൽ എൻ്റെ റബ്ബിനോട് ഞാൻ എന്ത് മറുപടി പറയും? ഓരോ വ്യക്തിനോടും ഇന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഓരോ വ്യക്തിയെയും അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന സംഭവത്തെ കുറിച്ചിട്ട് ഓരോന്നായിട്ട് പരിശോധിച്ചതിന്റെ ശേഷം മാത്രമേ നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ പ്രവാചകൻ പരിശുദ്ധനാണ്, പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക നമ്മൾ ഹദീസുകളിലൂടെ പഠിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. സ്വതന്ത്ര ബുദ്ധിയോടുകൂടി പഠിക്കണം. ആരെയും പ്രേരണ കൊണ്ട് പഠിക്കാൻ പാടില്ല, സമ്മർദ്ദം കൊണ്ട് പഠിക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഈ മൂല്യര് പറയണത് മാത്രമാണ് ശരിയെന്ന് വെച്ചും പഠിക്കാൻ പാടില്ല. നമുക്ക് അള്ള ബുദ്ധി തന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു പാത്രത്തിൽ കുറച്ച് വിഷമുണ്ട്, കുറച്ച് നല്ല വെള്ളമുണ്ട്. നമ്മളോട് പറഞ്ഞു ഒന്നിൽ വിഷമുണ്ട്, ഒന്നിൽ വെള്ളമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിഷമുള്ളത് പോയി കുടിക്കുവോ? ഇല്ല. കാരണം നമുക്ക് അള്ള ബുദ്ധി തന്നു, നമ്മളതിനെ മാറ്റി വെക്കും, നല്ലത് കുടിക്കും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്തിനാ നിങ്ങൾ അത് കുടിച്ച്, നിങ്ങൾക്ക് മറ്റേ കുടിച്ചുകൂടാഞ്ഞോ? അപ്പൊ നമ്മൾ പറയാം അല്ല, നമുക്ക് അറിവ് കിട്ടി അതിൽ വിഷമുണ്ട് എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനത് കുടിക്കുന്നില്ല, എനിക്ക് ഇനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വെള്ളം കുടിക്കുന്നു. അല്ലേ? ഇതല്ലേ ബുദ്ധിയുള്ള മനുഷ്യൻ പറയാം. ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ആരെന്ത് പറഞ്ഞാലും അത് അപ്പടി കേൾക്കാതെ ഈ പ്രവാചകനെ പറ്റിയിട്ട് ഇങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നെങ്കിൽ അള്ളാഹു എന്താ പറഞ്ഞത്? മാതൃക ഉണ്ട്. അപ്പൊ അള്ളാഹു പറയണത് എന്താണ്? ഇങ്ങനെ ഈ ആരാന്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ വൈക്കൂടെ പോകുമ്പോ നബി ഇങ്ങനെ കാണുമ്പോ ഓരോരുത്തരായിട്ടും ഡെയിലി ഇങ്ങനെ, പ്രവാചകൻ എത്ര കൊല്ലം ജീവിച്ചു? അത്രയും കൊല്ലം എന്തെല്ലാം കാര്യം ചെയ്തിട്ടുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി എന്റെ ബാക്കിൽ ചിത്രീകരിക്കാണ്ട് സഹോദരന്മാരെ. അപ്പൊ എന്താണ് പറയണത്? ഈ സ്റ്റേജിമ നിന്നുകൊണ്ട് ആണ്ട് പറയണേ. കാരണം ഇപ്പൊ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും എല്ലാരും അത് കേൾക്കും. കാരണം എല്ലാ ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോൺ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പൊ പഴയ മാതിരിയല്ല, എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. വളരെ നല്ലൊരു കാലഘട്ടമാണ്. പക്ഷേ നമ്മൾ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കേട്ടിട്ട് അത് പറഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിക്കരുത്. കാരണം പ്രവാചകന് ചീത്ത പറയാ, അത് മറ്റോല് പറയുമ്പോ കാർട്ടൂൺ വരയ്ക്കുമ്പോൾ നമുക്ക് വേദന. ഇത് പ്രവാചകന്റെ ഒരു കാർട്ടൂൺ, അത് പ്രവാചകനല്ലല്ലോ. അവര് കാർട്ടൂൺ വരച്ചാണ് മുഹമ്മദ് നബീന്ന് ഇട്ട, അതുകൊണ്ട് അത് ആവൂലല്ലോ. കാരണം മുസ്ലിങ്ങൾക്ക് തന്നെ അത് വരക്കാൻ പാടില്ല ആയിരുന്നെങ്കിൽ നമ്മൾ വരക്കും. കാരണം അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാ ആൾക്കാരും തന്റെ ജനതയിലെ
പ്രവാചകന്മാരെ ആരാധ്യനാക്കിയതുപോലെ എന്നെ നിങ്ങൾ ആരാധ്യനാക്കരുത് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഒരു മുസ്ലിമും അള്ളാന്റെ റസൂലിന്റെ ഫോട്ടം വെക്കാത്തത്. കാരണം ഇതേപോലെ തലീകെട്ടുകാർ എന്ത് ചെയ്യും? പിന്നെ അതിനാരാധിക്കാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ അള്ളാഹു അല്ലാത്ത വ്യക്തികളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, കബറിങ്ങക്ക് പോകുന്നുണ്ട്. അപ്പൊ പ്രവാചകന്റെ ഫോട്ടോ കൂടി അഥവാ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ചുരുക്കി പറയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ എല്ലാ മുസ്ലിങ്ങളും സത്യസന്ധമായി മനസ്സിലാക്കുകയും പ്രവാചകൻ ഇങ്ങനത്തെ പെണ്ണേറ്റും ബന്ധപ്പെട്ട ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ഒരു വിഷയവും നമ്മളെ പ്രവാചകന് യോജിച്ചതല്ല എന്നും ഈ പറയുന്ന ആൾക്ക് ലജ്ജല്ല. ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇതായിരിക്കും. ആരാന്റെ പെണ്ണുങ്ങൾ പോകുമ്പോ ഏതെങ്കിലും പെരീക്കൊക്കെ ചോറുന്നാൻ എന്തെങ്കിലും പോകുമ്പോ അവിടുത്തെ ഭാര്യമാരെ നോക്കി സുന്ദരിയാണെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ. കാരണം പ്രവാചകൻ അങ്ങനെ ചെയ്തിക്കണെങ്കിൽ എനിക്കോ ചെയ്യാലോ എന്നുള്ള ധ്വനി വരുന്ന രൂപത്തിലാണ് പ്രവാചകനെ കളിയാക്കിയിട്ടുള്ളത്. എനിക്കത് വളരെ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.